അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി 10 മണിക്ക് അന്തിമമായ സ്ക്രീനിംഗ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനം എന്തായാലും ആ തീരുമാനത്തെ തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും UDF പ്രവർത്തകരും നേതാക്കളും 2 കൈ നീട്ടി സ്വീകരിക്കും. ഞങ്ങൾ മാത്രമല്ല, തൃശ്ശൂരിലെ ജനങ്ങളും സ്വീകരിക്കും. ഈ നിൽക്കുന്നതെല്ലാം UDFൻ്റെ തൃശ്ശൂർ ജില്ലയിൽ വളരെ പ്രമുഖരായ നേതാക്കന്മാർ. അവരെല്ലാം ആവേശത്തിലും ത്രില്ലിലുമാണ് AICCയുടെ തീരുമാനത്തിന് വേണ്ടി കാത്ത്. കാരണം അടിക്കുമ്പോൾ മോതിര കൈ കൊണ്ട് അടിക്കണം. ശത്രുവിനെ നേരിടുമ്പോൾ ആൾബലവും ആയുധബലവും ബുദ്ധിബലവും കൂടി ഒരുമിച്ച് വേണം. അതിന് സന്ദർഭത്തിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. രാഷ്ട്രീയത്തിൽ സന്ദർഭത്തിനനുസരിച്ച് തീരുമാനമെടുക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. അല്ലാതെ നമ്മുടെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ട പശുവിനെ പോലെ ചുറ്റും കറങ്ങൽ മാത്രമല്ല, സമയത്തിന് തീരുമാനമെടുക്കണം. അതാണ് ഒരു രാഷ്ട്രീയ ലീഡർഷിപ്പിൻ്റെ പ്രത്യേകത. ആ സന്ദർഭം ഞങ്ങൾ തൃശ്ശൂരിൽ ഉപയോഗപ്പെടുത്തും. ഞങ്ങളുടെ ശത്രു എന്ന് പറഞ്ഞാൽ BJP ആണ്. ഞങ്ങളുടെ ശത്രു സംഘപരിവാർ ശക്തികളാണ്. തൃശ്ശൂരിൽ അങ്ങനെ വർഗീയ ശക്തികൾ ലീഡറുടെ മകളെ പർച്ചേസ് ചെയ്ത്, അത് EDനെ ഇൻകം ടാക്സിനെ വേറെ എന്തും കാണിച്ച് ഭീഷണിപ്പെടുത്തി പർച്ചേസ് ചെയ്തിട്ട് ലീഡർ സെൻറ്റിമെൻറ്റ്സ് ഉപയോഗിച്ച് തൃശ്ശൂർ പിടിക്കാമെന്ന് ആരെയും വന്നാൽ ആ പിടിക്കാൻ വരുന്നവന് കൊടുക്കുന്നത് ഞങ്ങൾ മോതിര വിരൽ കൊണ്ടുള്ള അടിയായിരിക്കും. ആ അടിയാണ് 10 മണിക്ക് ശേഷം നിങ്ങൾ ഔദ്യോഗികമായി AICCയുടെ പ്രഖ്യാപനത്തിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. കാത്തിരുന്നോളൂ. കൗണ്ട് ഡൗൺ. തൃശ്ശൂരിൽ UDF 100% ജയിക്കും. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാതിരുന്ന പല സെക്ടറും ഇത്തവണ ഭയങ്കരമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. തൃശ്ശൂരിൽ UDF തന്നെ ജയിക്കും. 1ാം സ്ഥാനത്ത് UDF, 2ാം സ്ഥാനത്ത് LDF, 3ാം സ്ഥാനത്ത് BJP. ഇത് തന്നെയാണ് തൃശ്ശൂരിലെ ഇത്തവണത്തെ റിസൾട്ട്. ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത്.